Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ OnePlus Nord 2T എന്ന ഈ ഒരു ഫോണിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പ്ലസ് കാൾപേ ഇതിൽ നിന്നും അതായത് OnePlus നിന്ന് മാറി നത്തിങ്ങിലേക്ക് വരുമ്പോൾ എത്രത്തോളം നത്തിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം ചെറുതായിട്ട് ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ രണ്ട് ഗുണം കിട്ടും ഈ വീഡിയോ കൊണ്ട്. ഒന്ന് OnePlus Nord 2T എങ്ങനെയുണ്ടെന്ന് മനസ്സിലാവും. നത്തിങ് എങ്ങനെയുണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നത്തിങ്ങിനെ കുറിച്ച് വല്ലാണ്ട് ഞാൻ പറയില്ല, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കില്ല. Nord 2Tയുടെ വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ നമുക്കിതിലേതാണ് കാൾപേ ഇപ്പോൾ പുതിയതായിട്ട് ഇമ്പ്രൂവ് ആയോ എന്നൊക്കെ നമുക്കൊന്ന് കാണാം. സോ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഒരു ചാർജർ 80 വാട്ട്, ടൈപ്പ് C to A കേബിൾ, കേസ്, സിം ടൂള്, കുറച്ച് ഡോക്യുമെന്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബോക്സിൽ. നമുക്ക് അക്കൗണ്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ കയ്യിൽ പിടിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ എങ്ങനെയുണ്ട് Nord 2T എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട്. 190 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. അതേപോലെ 8.2 mm മാത്രമാണ് തിക്നെസ്. സോ കയ്യിൽ പിടിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഓവർ വലുപ്പമുള്ള 6.7 8 ഒന്നും ഡിസ്പ്ലേ സൈസ് ഇല്ല, 6.4 ആണ്. സോ ഒരു ഡീസന്റ് സൈസ് ആണ്. കയ്യിൽ പിടിക്കാനൊക്കെ കംഫർട്ടബിൾ ആയ ഒതുങ്ങിയ ഒരു ഫോൺ തന്നെയാണ്. കോമ്പാക്റ്റ് അല്ല, 5.9 അല്ലെങ്കിൽ 6.2 അങ്ങനെ ഒരു കോമ്പാക്റ്റ് സൈസ് അല്ല, ഒരു മീഡിയം സൈസ്. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മീഡിയം സൈസ് ആണ്. നത്തിങ്ങിലേക്ക് വന്നാലും അതേ സൈസും വെയിറ്റും ഒക്കെ തന്നെയാണ് ഏറെക്കുറെ. സോ കംഫർട്ടബിൾ ആണ് രണ്ട് ഫോണും. ബട്ട് ഇതിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് ഫ്രെയിം ഒക്കെയാണ്. നത്തിങ് ആകുമ്പോൾ അലുമിനിയം ഫ്രെയിമാണ്. അത് ഇത്തിരി പ്രീമിയം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നത്തിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. പിന്നെ ഡിസൈനൊക്കെ ഇത്തിരി വ്യത്യസ്തമാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ ഡിസൈൻ്റെ ഭാഗം ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. കമ്പയർ ചെയ്യാണ്ട് തന്നെ ക്ലിയർ കട്ട് വിന്നറാണ് നത്തിങ്. നല്ല ഒരു അലുമിനിയം ഫ്രെയിം. ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഒക്കെ നോക്കിയാൽ എല്ലാ സൈഡും ക്ലിയർ ആയിട്ട് ഒരുപോലെ ഈക്വൽ ആണ്. ബട്ട് ഇതിൽ ഈക്വൽ അല്ല, നിങ്ങൾക്ക് താഴെ കാണാം ഇത്തിരി ചിഹ്നമൊക്കെ കട്ടി കൂടുതലാണ്. സോ നത്തിങ്ങുമായിട്ട് കമ്പയർ ചെയ്താൽ ലുക്ക് ആൻഡ് ഫീൽ വൈസ് നമുക്ക് തീർച്ചയായിട്ടും നത്തിങ് ആണ് ബെറ്റർ. ബട്ട് OnePlus Nord 2T എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്, ഇഷ്യൂസ് ഒന്നുമില്ല. രണ്ടിലും 3.5 mm ജാക്ക് വരുന്നില്ല, രണ്ടിലും മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നില്ല, രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി നത്തിങ്ങിൽ കുറവാണ്. നത്തിങ്ങിൽ താഴത്തെ സ്പീക്കറാണ് കൂടുതൽ സൗണ്ട് തരുന്നത്. ഇയർ പീസ് വളരെ കുറവാണ്. ബട്ട് OnePlus Nord 2Tയിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഏറെക്കുറെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടു നോക്കാം. സോ നന്നായിട്ടുണ്ട് Nord 2T, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അടക്കമുള്ള നല്ലൊരു ഫോണാണെന്ന് പറയാം. സോ ലുക്ക് ആൻഡ് ഫീൽ, പോർട്സ് ആൻഡ് ബട്ടൺസ് എല്ലാം നോക്കുമ്പോൾ Nord 2T നന്നായിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നാലോ, കമ്പയർ ചെയ്യാൻ വരട്ടെ. നത്തിങ്ങിലേക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് നോക്കിയാൽ 6.43 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കാണാം. സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ല. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓവറോൾ ഗുഡ് സെറ്റപ്പ് ഉള്ള ഡിസ്പ്ലേ ആണ്, ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. ബട്ട് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയാം. ആ സ്ക്രീൻ സൈസ്, താഴത്തെ ചിഹ്നിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത്, അതൊരു ഡിഫറൻസ് ആണ്. പ്ലസ് 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റിൻ്റെ നത്തിങ്ങിൽ. സോ തീർച്ചയായിട്ടും ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വൈസ്, ഫീച്ചർ വൈസും കുറച്ച് ബെറ്റർ സെറ്റപ്പ് നത്തിങ്ങിലാണ്. Nord 2Tനേക്കാളും നല്ലതാണ് എന്ന് സാരം. പ്രൈസ് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് 28,999 ഉള്ളൂ. ഇത് 33,000 രൂപ വരുന്നുണ്ട്. സോ ആ ഒരു വ്യത്യാസത്തിൽ ഈ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ എങ്കിലും 28,999 90 ഹെർട്സ് പോരാ. അവിടെ ഒരുപാട് ബ്രാൻഡുകൾ 120 ഹെർട്സ് കൊടുക്കുന്നുണ്ട്. സോ Nord 2Tയുടെ കാര്യത്തിൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കൂടുതലെന്ന് പറയാമെങ്കിലും ഇതിലും 120 ഹെർട്സ് തരണമായിരുന്നു, എങ്കിലാണ് അതൊരു നല്ല സെറ്റപ്പ് ആവുള്ളൂ. ഇനി ഇതിൽ ഓക്സിജൻ OS 12 ആണ് വരുന്നത്. ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആണ് നോഡിൻ്റെ കാര്യത്തിൽ, വളരെ അടിപൊളിയാണ്. ഒരു പെർഫോമൻസ് ഇഷ്യൂസ്, ലാഗ് ഒന്നുമില്ല. Dimensity 1300 എന്ന പ്രൊസസ്സറാണ്. നന്നായിട്ടുണ്ട്, ഇഷ്യൂസ് ഇല്ല. നത്തിങ് ഓൾറെഡി ഡീസൻ്റ് ആണ്. സ്നാപ്ഡ്രാഗൺ 778G+ ഒക്കെയാണ്, പക്ഷെ അതിന് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ക സ്മൂത്ത് ആണ്. പെർഫോമൻസ് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ പെർഫോമൻസ് OnePlus തരും. സോ പെർഫോമൻസിന്റെ ഭാഗത്ത് ക്ലിയർ കട്ട് വിന്നറാണ്. ഈ പ്രൊസസ്സർ കഴിഞ്ഞ ദിവസം നമ്മൾ റിവ്യൂ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പോയുടെ Reno 8. അതിൽ ഓപ്പോയുടെ ഫോണുകൾ പൊതുവേ ഓവർ പ്രൈസ് ആണെങ്കിലും Reno 8 വന്നപ്പോൾ കാര്യങ്ങൾ ആകെ മാറി. ഓൺലൈൻ ഫോണുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന, ഇതിനേക്കാൾ ഒരു 1000 രൂപ കുറവിൽ ഇതേ പ്രൊസസ്സർ വെച്ചുകൊണ്ട് നല്ല വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണായിട്ട് ഓപ്പോ ഫോണുകൾ മാറി. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തത്. കണ്ടു നോക്കുക. Reno 8 ഡിഫറൻ്റ് ആയ ഒരു ഓപ്പോ ഫോണാണ്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. വീഡിയോ എൻ്റെ സ്ക്രീനിലും വരും, ഐക്കാർഡിലും കൊടുക്കാം. പിന്നെ ഫസ്റ്റ് കമൻറ്റിലും ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലുള്ള കമ്പാരിസനും മറ്റു കാര്യങ്ങളൊക്കെ ഡെയിലി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ റാം, സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ LPDDR4X റാമും UFS 3.1 സ്റ്റോറേജും ഒക്കെ രണ്ട് ഫോണിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്.
ഗെയിമിംഗ് എന്ന് വന്നാൽ പിന്നെ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട, ഇതിൽ നമുക്ക് 1300 എന്ന് പറയുന്ന ബെറ്റർ ആയ പ്രൊസസ്സറാണ്. സോ OnePlus ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസും ഓവറോൾ കാര്യങ്ങളൊക്കെ തരും, തീർച്ചയായിട്ടും ബെറ്റർ ആണ്. ഇനി നത്തിങ്ങുമായിട്ട് കമ്പയർ ചെയ്യാണ്ട് ഞാൻ ഇത് മാത്രമായിട്ട് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഒരു പ്രശ്നമുള്ളത് ഈ പെർഫോമൻസിൽ ത്രോട്ടിലിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. അതായത് നോഡ് 2 എടുത്ത് നോക്കിയാൽ പോലും അത് നല്ല പെർഫോമൻസ് ആണ്, സ്റ്റേബിൾ ആയിരുന്നു. IQ എടുത്ത് നോക്കിയാലും ബാക്കി എല്ലാ ഫോണുകളും ഈ റേഞ്ചിൽ ഒരുവിധം സ്റ്റേബിൾ ആയ പെർഫോമൻസ് ആണ്. പക്ഷേ ഇതിൽ ത്രോട്ടിലിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ റിസൾട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് കഴിഞ്ഞ് ഫോൺ ഇത്തിരി ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല രീതിക്ക് താഴുന്നുണ്ട്. സോ ത്രോട്ടിലിംഗ് ഇഷ്യൂ ഉള്ള ഫോണാണെന്ന് പറയാം. ഈ ഹീറ്റ് വരുമ്പോഴാണ് ത്രോട്ടിലിംഗ് വരുന്നത്. സോ തീർച്ചയായിട്ടും അതൊരു പ്രശ്നമായിട്ട് തന്നെ കാണാം. ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് പെർഫോമൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. സോ ഈ ഒരു മേഖലയിൽ നോഡ് 2 ആണ് ഇതിനേക്കാൾ നല്ലത്. നോഡ് 2 ആണെന്ന് പറയും ഇതിൻ്റെ പഴയ ജനറേഷൻ. അപ്പോൾ അതൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട കേട്ടോ, ഒരാവശ്യമില്ല. നോഡ് 2 നല്ലതാണ്, ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട. അടുത്ത ജനറേഷൻ വരട്ടെ, അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മതി. നോഡ് 2 നിന്ന് ടിയിലേക്ക് വേണ്ട. ഇനി ഇതുമായിട്ട് പെർഫോമൻസിൻ്റെ ഭാഗത്ത് ഓവറോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് അല്ലെങ്കിൽ എന്ത് അഡ്വാൻറ്റേജ് ആണ് നത്തിങ്ങിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വേറെ ബ്ലോട്ട് OS ഒന്നും വേറെ, അതായത് പരസ്യ ആപ്ലിക്കേഷനുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഗൂഗിൾ ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. നത്തിങ്ങിൻ്റെ ഒരു നല്ല അഡ്വാൻറ്റേജ് ആണ് അത് ഇപ്പോഴേക്ക്. ഇനി ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ 2 ഫോണിലും ഇൻ ഡിസ്പ്ലേ ആണ്, അതുപോലെ ഫേസ് അൺലോക്ക് ഉണ്ട്. രണ്ടിലും പെർഫോമൻസിന് യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി ബാറ്ററി ആൻഡ് ചാർജിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ OnePlus Nord T ഉണ്ടെന്ന് ചോദിച്ചാൽ 4500 mAh ബാറ്ററിയും 80 വാട്ട് ചാർജറൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, ഒരു ഇഷ്യൂസും ഇല്ല. ബാറ്ററി ലൈഫൊക്കെ ഡീസൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നത്തിങ്ങുമായിട്ട് കമ്പയർ ചെയ്താൽ ഇതിൽ 33 വാട്ടിൻ്റെ ചാർജിങ് വരുന്നുള്ളൂ, അത് കുറവാണ്. ബട്ട് ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങൾ, റിവേഴ്സ് വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ കാണാത്ത ഒട്ടനവധി ഫീച്ചറുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ബെറ്റർ ആണ്. പക്ഷേ നിങ്ങൾ ഈ വയർലെസ് ചാർജിങ്ങിന് വലിയ വാല്യൂ കൽപ്പിക്കുന്നില്ലെങ്കിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള Nord 2 T ആണ് ബെറ്റർ ആയിരിക്കുക എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇനി ക്യാമറയിൽ ഏതായിരിക്കും നല്ലത്, ഏതാണെന്നാണ് നിങ്ങൾ ഗസ് ചെയ്യാൻ പോകുന്നത്? നത്തിങ് ആയിരിക്കോ OnePlus ആയിരിക്കോ? ഇവിടെ ഞാൻ ആദ്യമായിട്ട് OnePlusന്റെ ക്യാമറ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ ഇമേജുകൾ, ഇൻക്ലൂഡിംഗ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷണൽ അടക്കമുള്ള ഇമേജുകൾ നമുക്ക് കാണാം. ഓവറോൾ OnePlus നല്ല ക്വാളിറ്റി ഇമേജുകളും വീഡിയോസും ഒക്കെയാണ് തരുന്നത്. വീഡിയോസിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷനൊക്കെ കാണാം, അത്യാവശ്യം സ്റ്റേബിളായിട്ട് നൈസായിട്ട് വീഡിയോസ് എടുക്കാം. ഈ കാണുന്ന തരത്തിലുള്ള സ്റ്റെബിലൈസേഷനാണ് ഉള്ളത്. നിങ്ങൾക്കിത് മതിയൊന്ന് നോക്കുക. ഓവറോൾ നന്നായിട്ടുണ്ട് ഈ ഫോൺ, ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. OnePlus മാത്രം നോക്കുമ്പോൾ അത് അത്രയും നന്നായിട്ടുണ്ട്. ബട്ട് നത്തിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ സെൽഫികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഒരുപാട് ഇമേജ് ഒന്നും കാണിക്കുന്നില്ല, 2-3 ഇമേജ് മാത്രം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ രീതിയിലാണ് നത്തിങ്ങും OnePlusഉം സൈഡ് ബൈ സൈഡ് വരുമ്പോൾ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നോർമലി നമുക്ക് OnePlus നല്ല ഇമേജുകളാണ് തന്നതെങ്കിലും ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത്തിരി ഓവർ കളർ സാച്ചുറേഷനോ മഞ്ഞ കളറോ ഒക്കെ കയറി വരുന്നുണ്ട് നമ്മുടെ OnePlusൽ. ബട്ട് നത്തിങ് നല്ലതാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ വരുമ്പോൾ ഒരു ഡിഫറൻസും നിങ്ങൾക്ക് കാണാം. സോ ക്യാമറ വൈസ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഒക്കെയുള്ള ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലായാലും ഒരുവിധം നല്ല ഇമേജുകൾ തന്നെ തരുന്ന നത്തിങ് ആണ് ക്യാമറയിൽ കുറച്ച് നല്ലതായിട്ട് ഇപ്പോഴേക്ക് എനിക്ക് തോന്നിയത്. OnePlusനേക്കാൾ ബെറ്റർ നത്തിങ് ആണ് ക്യാമറയ്ക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ട സാമ്പിളുകളിൽ നിന്നും കമ്പാരിസണുകളിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് കൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്. ക്യാമറയുടെ കാര്യത്തിൽ എൻ്റെ എന്നല്ല റിവ്യൂ പറയുന്ന ആരുടെയും അഭിപ്രായം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് നോക്കേണ്ടത്. കൂടുതൽ അങ്ങോട്ട് ഈ ഫോണിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല. ഇതിൽ നിന്ന് തന്നെ ഇതൊക്കെ എങ്ങനെയുണ്ട്, കമ്പാരിസൺ എങ്ങനെയുണ്ട്, ഒരുവിധം എല്ലാ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പ്രൈസ് എക്സാക്റ്റ് പ്രൈസ് നോക്കിയാൽ 8 GB റാം 128 GB സ്റ്റോറേജിന് 32,999 രൂപയാണ് നത്തിങ് ഫോൺ 1ന്. OnePlus Nord 2 Tക്ക് 28,999 രൂപയാണ്. സോ പ്രൈസ് വൈസ് ബെറ്റർ ആയ സെറ്റപ്പ് OnePlus തന്നെയാണ്. ബെറ്റർ പ്രൈസിൽ ബെറ്റർ പെർഫോമൻസ് തരുന്നു എന്നുള്ളതാണ്, പ്ലസ് ബെറ്റർ ചാർജിങ്ങും തരുന്നു എന്നുള്ളതാണ് OnePlusന്റെ അഡ്വാൻറ്റേജ്. നത്തിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി നത്തിങ്ങുമായിട്ട് OnePlus Nord 2 Tനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു 30,000 താഴെ വരുന്ന IQ Neo 6 അല്ലെങ്കിൽ Poco F4 അങ്ങനെയുള്ള ഫോണുകളായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഞാനതൊന്ന് യൂസ് ചെയ്തിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒന്നുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നത്തിങ്ങുമായിട്ട് കമ്പയർ ചെയ്താൽ ഇങ്ങനെയാണ് വരുന്നത്. ബെറ്റർ പെർഫോമൻസ് ബെറ്റർ വാല്യൂ നമുക്ക് തരുന്നത് OnePlus Nord 2 T ആണ്. ബട്ട് വയർലെസ് ചാർജിങ്ങും ഈ ഒരു അലുമിനിയം ഫ്രെയിമും ഡിസൈനും ഡിഫറൻ്റ് ആയ ഒരു ഫോൺ അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നത്തിങ് ഉറപ്പായിട്ടും വർത്തായ ഒരു പർച്ചേസ് തന്നെയായിരിക്കും. പക്ഷേ നത്തിങ്ങിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അത് ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ പലതരത്തിലുള്ള ഇഷ്യൂസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. എവിടേക്ക് പോകുന്നു എല്ലാം ശരിയാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം എടുക്കുക. ബട്ട് ഹാർഡ്വെയർ പരമായ പ്രശ്നങ്ങളൊന്നും ഫിക്സ് ചെയ്യാൻ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒക്കെ ഭാഗത്ത്, ഈ ഫോണിൻ്റെ ആയാലും ഫ്ലാഷ് ലൈറ്റിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. കണ്ടോ, ആ ഫ്ലാഷ് ലൈറ്റൊക്കെ ഒരു ക്വാളിറ്റി, ഒരു സ്റ്റാൻഡേർഡ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആകെ ഒരു ടിൽറ്റായ രീതിയിലോ ഒക്കെ ഒരു വൃത്തിക്കല്ല കൊടുത്തിരിക്കുന്നത്.
സോ ഹാർഡ്വെയർ പരമായ കാര്യങ്ങളൊന്നും ഇനി ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവർക്ക്. സോഫ്റ്റ്വെയർ പരമായ പ്രശ്നങ്ങളൊക്കെ ഫിക്സ് ചെയ്യുമായിരിക്കാം. എന്തായാലും നോക്കാം, കുറച്ചങ്ങ് വെയിറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി നത്തിങ് എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ആവശ്യമുള്ളവർ എടുക്കാട്ടോ, അതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. തുടക്കം ആയതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. സോ OnePlus Nord 2Tയുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ് ചെയ്ത് കമ്പയർ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഐക്യുമായിട്ടുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ പോക്കോയുമായിട്ടുള്ള കമ്പാരിസൺ ഒക്കെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്യാം. അത് കാണണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. മറക്കാതൊക്കെ ചെയ്യുക. പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.